കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖർ കൊലക്കേസിൽ പ്രതി പ്രിയരഞ്ജൻ കൊലപാതകി എന്ന് കോടതി. വകുപ്പ് 302 തെളിയിക്കപ്പെട്ടുവെന്ന് വഞ്ചൂർ സെഷൻസ് കോടതി വ്യക്തമാക്കി. കുട്ടിയുടെ ബന്ധുവാണ് പ്രതി പ്രിയരഞ്ജൻ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നവരുമായി. പ്രശാന്ത്, ആ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്താണ് സംഭവിച്ചതുള്ളത്. കോടതിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൊലപാതകം തന്നെയാണ് നടത്തിയത്, ആസൂത്രണം ചെയ്ത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? വീണ 302 വകുപ്പ് പ്രതിക്കെതിരെ ചുമത്തിയത് നിലനിൽക്കുമെന്ന് തന്നെ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതി കൊലപാതക കുറ്റത്തിന് അർഹനാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ, അതായത് ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി ഈ കേസിൽ വിധിയുണ്ടാകുമെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 50 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ CCTV അടക്കമുള്ള തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലാണ് പോലീസ് നീങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്തു. നാടിനെ തന്നെ നടുക്കിയ ഒരു അരും കൊലപാതകമായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ വന്നതിന് പിന്നാലെയാണ് പ്രതി പ്രിയരഞ്ജനാണ് ഈ കൊലപാതകം നടത്തിയതെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ഉള്ള അടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയും ചെയ്തത്. അതായത് അന്നേ ദിവസം ഈ കേസ് നടക്കുന്നത് 2023 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. ക്ഷേത്രപ്പറമ്പിൽ മൂത്രമൊഴിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതിന് ശേഷമുള്ള ചോദ്യം ചെയ്തതിലുള്ള ഒരു വൈരാഗ്യമാണ് പ്രതി കൊലപാതകത്തിലേക്ക് നയിച്ചത്. 10ാം ക്ലാസ്സുകാരനായ ആദിശേഖരനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച പ്രേരണ അല്ലെങ്കിൽ അതിന് കാരണം ഇതാണ്. ഈ ആദിശേഖരനെ കൊലപ്പെടുത്തിയ പ്രിയരഞ്ജൻ ബന്ധു കൂടിയാണ്. ഈ ക്ഷേത്രപ്പറമ്പിൽ മൂത്രമൊഴിക്കുന്നത് കണ്ടത് ചോദ്യം ചെയ്തു ആദിശേഖർ. ആ ചോദ്യം ചെയ്തതിന് പിന്നാലെ അവിടെ നിന്നും വിട്ടുപോയ ഈ പ്രതി പ്രിയരഞ്ജൻ വാഹനം എടുത്തുകൊണ്ട് വരികയും അവിടെ കളിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ മതിലോട് ചേർന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആദിശേഖരനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്തു. ഏറെ സമയം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം കാറിൽ പാഞ്ഞെടുക്കുകയും കാർ ശരീരത്തോടെ കയറ്റിയിറക്കി കൊല്ലുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി 2023 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രിയരഞ്ജൻ ഒളിവിൽ പോവുകയും ചെയ്തു. തുടർന്ന് അന്വേഷണ സംഘം കേരളത്തിന് പുറത്തു വെച്ച് കണ്ടെത്തി പിടിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കെല്ലാം നീങ്ങുന്നത്. അവസാനം ഇതിന്റെ പ്രതി കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. പ്രതിക്ക് എതിരെ ചുമത്തിയ കേസുകളെല്ലാം നിലനിൽക്കുന്നതാണെന്ന് അടക്കം കോടതി പറയുകയും ചെയ്തു. ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. വീണ.